വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോണ ഗ്രാനിയാണ്. ഇതിൻ്റെ 2ഉം 3യും നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ OG ഗ്രാനിയാണ്. നമുക്ക് തുടങ്ങി വയ്ക്കാം. ഉടനെ തന്നെ നമ്മളിപ്പോൾ എണീക്കാൻ പോവാ ബെഡിൽ നിന്ന്. ഓക്കെ, ഡേ 1. സാധാരണ ഡേ 1 ഇങ്ങനെ വലുതായി ഇങ്ങനെ കാണിക്കാറുള്ളതാ. ഇന്ന് പക്ഷെ അത് കാണിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുമില്ല. അപ്പോൾ നമ്മളിതാ ആദ്യമേ തന്നെ എപ്പോഴും ചെയ്യേണ്ട ബാത്റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഓക്കെ, ഇത് ഗ്രേറ്റ് സ്പോണാണ് ഗൈസ്. ഇത് നമുക്കിനി തപ്പണം എവിടെ നിന്നാണ് ഗ്രാനി സ്പോൺ ആവണേന്ന്. ഗൈസ്, ഗ്രാനി ഇവിടെ നല്ല സ്പോൺ ആവണേ. ഗുഡ് ടു നോ ദാറ്റ്. ഗ്രാനി ഷിപ്പ് ഇങ്ങോട്ട് വരും. ഞാൻ ഇപ്പം ഇത് തുറന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരു ഐറ്റം കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു സാധനം. ഓക്കെ ഗൈസ്, ഗ്രാനിയുടെ ഫ്ലോ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ ഈ അടച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് അടച്ചേക്കാം ഗൈസ്. ഗൈസ്, നമ്മളിതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുക ഗൈസ്. ഇപ്പം നമ്മൾ ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. ഗ്രാനി ഇതാ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് കയറാൻ പോണത് ഗൈസ്. ഇതിനകത്ത് കയറുമ്പോൾ ഈ സാധനം പൊട്ടിച്ചിട്ട് വിടും ഗ്രാനി. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളിപ്പോൾ ഓടുവാണ് ഗൈസ്. ഇപ്പം ഗ്രാനി വരണതിന് മുമ്പ് നമ്മൾ താഴെ എത്തണം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് വെപ്പൺ കിട്ടിയിരിക്കുന്നു. ഗ്രേറ്റ് സ്റ്റാർട്ടാണിത്. നമുക്ക് ഇതിനകത്തൂടെ കയറിയാൽ നമുക്ക് വെപ്പൺ കീൻ്റെ സ്ലോട്ടിൻ്റെ അടുത്ത് എത്താറാവും ഗൈസ്. ഈ വഴി പോയാൽ നമ്മൾ എത്തും. ഇത് തുറക്കണം, ക്രോസ് ബോ എടുക്കണം, ഒരു ബാറ്റും എടുക്കണം. നമ്മൾ സെറ്റായി ഗൈസ്. നമ്മുടെ ബെസ്റ്റ് റണ്ണാണ് സോഫ. ഇത് നമ്മളെ 3ാമത്തെ ട്രയലാണ് ജയിക്കാൻ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഗ്രാനി സ്റ്റേർസിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ വെടിവെക്കണേ. ഇത് വെച്ചിനി ഗ്രാനി ചത്തിക്കണില്ലേ ഈ സമയം കൊണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് വെടിവെച്ചിടാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ ഇനി ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കുവാണ്. താഴോട്ടങ്ങ് പോയേക്ക്. എന്താ ഇവിടെ ഒരു സ്ഥലമുണ്ട് തുറക്കാൻ. ഇതിൻ്റെ അകത്ത് ഇവിടെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ തുറക്കാൻ പോവാണ്. എന്താണ് അകത്ത് ഗൈസ്? സേഫ് കീ. ഈ സ്ക്രൂ ഡ്രൈവർ ഇനി അത്യാവശ്യമായി വരും ഗൈസ്. നമ്മളിപ്പോൾ ഇത്രയും പെട്ടെന്ന് കാർ എസ്കേപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ചെയിൻ കട്ടർ അത്യാവശ്യം അല്ലാത്ത ഒരു കാര്യം. ഈ വഴി ഒന്ന് താഴോട്ട് പോയാൽ നമുക്ക് ഗ്ലൗ ബോക്സിനകത്ത് ഒന്നും ഇല്ലാന്നായിരിക്കും കാണാൻ പോണേ. ഓക്കെ, ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗും കുന്തമൊക്കെ വേണം. ഇപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ ഹൗസിൻ്റെ അടുത്ത് പോകണം. ഇവിടെ ഒരു സ്പെഷ്യൽ കീ കിട്ടുമായിരിക്കും. സ്പെഷ്യൽ കീ എടുക്കാൻ പോണതിന് മുമ്പ് ഗൈസ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ പോയി നോക്കണം. ഒന്നുമില്ലെങ്കിൽ മാത്രമേ അവിടെ പോകും. ഇപ്പോൾ നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യം വരും. നമുക്ക് അത് ഓർത്ത് വെച്ച ഗൈസ്. ഞാൻ ചോദിക്കുമ്പോൾ പറയാനുള്ളതാണ് ഇത് 1. ഓക്കെ, ഈ വഴി അങ്ങ് മേളിൽ പോവാം. ഗ്രാനി ഇപ്പം ആക്റ്റീവ് അല്ല, മേളിലാണെന്ന് തോന്നുന്നു. മേളിൽ കാണാനാണ് സാധ്യത. എന്നാലും നമുക്കിപ്പോൾ സ്പൈഡറിനെ പോയി അങ്ങ് കൊന്നേക്കാം. കൊല്ലാനല്ല, നമുക്ക് ആവശ്യമുള്ളതുണ്ടോ നോക്കാനാണ്. നമുക്ക് ഈ വഴി പോയാൽ നമുക്ക് ബേർഡ് സീഡ് കിട്ടി. നമുക്ക് ആവശ്യമില്ല. ഈ വഴി ഗ്രാനിയുടെ മറ്റേ സ്പൈഡർ ഇപ്പം ഇന്ന് നല്ല ഭയങ്കരമായിട്ടിരിക്കുകയാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിനകത്തോട് അങ്ങറിയാം. അപ്പോൾ ഗ്രാനി എന്നെ തപ്പിപ്പോവില്ല, അതിനെ തപ്പിയാണ് പോണേ. ഈ സമയം കൊണ്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഈ റെഞ്ച് ഇപ്പം ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിൽ നല്ല ആവശ്യം വരും. മെലന് കിട്ടിയിട്ടുണ്ട്, വാട്ടർ മെലൻ ഗൈസ് നമുക്ക് ആവശ്യം വരും. ഓക്കെ, നമുക്ക് ഇത് തുറന്നു നോക്കിയിട്ട് ഒന്നുമില്ല ഗൈസ്. ഇത് കുറച്ച് സാഡായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ആട്ടെ, നമ്മൾ എന്തായാലും ഇവിടെ എത്തിയില്ലേ, അത് നല്ല കാര്യമല്ലേ. ഇനി നമുക്ക് ഈ വഴി ഒന്ന് കറങ്ങിപ്പോയാൽ നമുക്ക് ആവശ്യമല്ലാത്ത കാര്യമുണ്ട്. നമുക്കിനി ഈ വഴി ഒന്ന് തുറന്ന് തിരിച്ചു പോവാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ബുക്കുണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇത് സൂപ്പറായിരിക്കും. സ്പാർക്ക് പ്ലഗ്, മറ്റേ പണ്ട് പ്ലഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. എസ്കേപ്പ് ചെയ്യുന്നതിന് എല്ലാ ചാൻസും ഉണ്ട് ഈ വഴി. ഇതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഇവിടെ. ഓക്കെ, അടുത്തെങ്കിൽ എൻജിൻ പാർട്ടും അതൊക്കെയാണ് നമ്മൾ തപ്പുന്നത്. പിന്നെ നമുക്ക് ഗ്യാസലീനും അതൊക്കെ കിട്ടാനുണ്ട് ഗൈസ്. ഡെയിലി ഈ വഴി പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബേർഡ് സീഡ് കിട്ടും. ഇത് ഗ്രാനീൻ്റെ ബേർഡിനെ ആണെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ഗൈസ്. ഈ വഴി അങ്ങ് ഒന്ന് കയറിപ്പോയാൽ മതി. എന്താ ബേർഡിൻ്റെ സ്ഥലത്തും. ഇത് സീക്രട്ട് ഡോറുണ്ട് ഗൈസ്, അതിനകത്തൊന്നുമില്ല, നമുക്ക് ആവശ്യമില്ലാത്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വെച്ചൊരു വേറൊരു പുതിയ വെപ്പൺ കിട്ടും നമുക്ക്, പെപ്പർ സ്പ്രേ. പിന്നെ നമ്മൾ ഭയങ്കര ലക്കി ആണെങ്കിൽ വേറെ വല്ല നല്ല ഐറ്റവും കിട്ടും. ഗോഡ്, ഗ്രാനിയുണ്ട് ഗൈസ്. നമുക്ക് ഗ്രാനിയുണ്ട്, അങ്ങ് ഓടണം അവിടെ. ഇപ്പോൾ ഗൈസ് ഗ്രാനി ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയം നമ്മൾ ഇവിടെ ഒന്ന് നോയ്സ് ഇടുമ്പോൾ ഗ്രാനി അങ്ങോട്ട് പോവും. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും ഗൈസ്. ഒരു തുള്ളി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രാനി കൊല്ലാനാണ് നമ്മുടെ പ്ലാൻ. പോകുമ്പോൾ ഗ്രാനി ഇനി മേളിൽ പോകുമ്പോൾ നമുക്കിനി ഈ വഴി അങ്ങ് പോവാം ഗൈസ്. ഈ വഴി പോയിട്ട് ഇവിടെ അങ്ങ് റിമോട്ട് കൺട്രോൾ എടുത്ത് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും ഗൈസ്. ഇങ്ങോട്ട് വന്നിട്ട് വരുന്ന സമയം നോക്കി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ പോകണം ഗൈസ്. ഗ്രാനി നമ്മുടെ തൊട്ട് മേളിലുണ്ട് ഗൈസ്. പെപ്പർ സ്പ്രേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രാനി എവിടെയാണ്? ഗ്രാനിയുടെ കണ്ണിലിട്ട് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കതാ ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ടായിരിക്കും വരണേ. ആ സമയത്ത് നമ്മൾ ട്രാഫിക് കയറണ്ട. ഈ വഴി കൂടെ പോയാൽ നമ്മൾ ടെഡി റൂം എത്തും. ടെഡി റൂം നല്ല ഇമ്പോർട്ടൻ്റ് ഗ്രാനിയുടെ ലോറിലും എല്ലാത്തിനും. അയ്യോ, അത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തു പോയി. ഇനി മാറ്റിയിട്ട് ഗുണമൊന്നുമില്ല. വിൻസ് ഹാൻഡിൽ ടെഡി. ഓക്കെ, വിൻസ് ഹാൻഡിൽ എടുത്ത് നമുക്കിപ്പോൾ കൊണ്ടുപോയിട്ട് പ്ലേ ഹൗസിൻ്റെ അടുത്ത് വയ്ക്കാം. മറ്റേതിപ്പോൾ നോക്കാൻ പറ്റില്ല ഗൈസ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്, മറക്കല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ 30 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നാണ്. അത് നമ്മൾ അച്ചീവ് ചെയ്യണം പ്ലീസ് ഗൈസ്. എൻ്റെ ആകെയുള്ളൊരു ഡ്രീമായിരുന്നു 30 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ 24 ആയിട്ടുണ്ട് ഗൈസ് സബ്സ്ക്രൈബേഴ്സിൽ. പിന്നെ നമുക്ക് തരുന്ന ഇത്രയും വ്യൂസ് എനിക്ക് തരുന്നതിന് ഞാൻ ഭയങ്കര നന്ദി പറയുന്നുണ്ട് ഗൈസ്.
ഇതിനകത്ത് ഹാമർ അല്ലെങ്കിൽ ഗ്യാസോലീൻ ആയിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിന് ഗൈസ്. ഹാമർ അല്ല ഇത്. ഓ, എനിക്കിത് ആവശ്യമുണ്ട്. ഞാൻ വിചാരിച്ചത് ഹാമർ അല്ലെങ്കിൽ ഗ്യാസോലീൻ ആയിരിക്കും, പക്ഷെ ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതും കൂടെ ഇത് കഴിഞ്ഞിട്ട് 2-3 ഐറ്റം കൂടെ കഴിഞ്ഞാൽ നമ്മൾ കളി ഫിനിഷ്ഡ് ആവും. നമുക്കിത് 3 ഐറ്റം അല്ല 2 ഐറ്റം കൂടെ മതി ഗൈസ്. നമ്മുടെ ഗ്യാസും പിന്നെ നമ്മുടെ മറ്റേ കീയും. ഇപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ റെഞ്ച് വെച്ച് ഇതിനെ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം ഗൈസ്. ഗ്രാനി ഇവിടെ വരുന്നുണ്ട്. ഗൈസ് ഗ്രാനി ഇപ്പോൾ ചത്തിരിക്കുവാണ് ഗൈസ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിൽ പോയി റെഞ്ച് വെച്ചൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം ഗൈസ്. ഇനി നമുക്കിതാ ഈ വഴി പോയിട്ട് ഇതെല്ലാം ഒന്ന് ഇതാക്കണം ഗൈസ്. നമ്മളിപ്പോഴും ഡെത്ത് ആയിട്ടില്ല ഗൈസ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് പാടുള്ള ഭാഗം. നമ്മൾ ഈ വീട് മൊത്തം സെർച്ച് ചെയ്തു. എനിക്കറിയാം നമ്മൾ വീട് മൊത്തം സെർച്ച് ചെയ്തെന്ന്. ഓക്കെ, ഗ്രാനി ഇപ്പോൾ ഡിസപ്പിയർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വീട് മൊത്തം സെർച്ച് ചെയ്തെങ്കിലും ഇനിയാണ് സത്യത്തിൽ ഒരു ഹാർഡ് പാർട്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടുത്തെ ബുക്ക് എടുക്കണം. നമുക്ക് ബുക്ക് എടുക്കുന്ന നല്ലൊരു ഭയങ്കര പാടുഭാഗമാണ് ഗൈസ്. ഗ്രാനി ഇവിടെ സ്പോണായാൽ നമ്മൾ ചത്തു ഗൈസ്. ഓക്കെ, ഭാഗ്യം ഗ്രാനി സ്പോൺ ആവാത്തത്. ഇനി നമുക്ക് ഓടണം ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കണം ഗൈസ്. കുറച്ച് ഇപ്പോൾ ഗ്രാനിയുടെ അമ്മ എണീറ്റുണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരണതിന് മുമ്പേ നമുക്ക് ഒരു കീ തരും. ആ കീ എടുക്കണം ഗൈസ്. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. കുറച്ച് നേരം എടുക്കും ഇത്. ഇപ്പം ഇത് അതുവരെ ഇതിൻ്റെ അകത്ത് ഒളിക്കാം ഗൈസ്. ഇപ്പം നമ്മളിത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതാ ഏകദേശം ഇപ്പോൾ അടുത്ത് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റാതെ ആവും. ഓക്കെ ഗൈസ്, സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ വഴി പോകണം. ഒരു ഫ്ലോട്ടിംഗ് പ്ലാങ്ക് ഉണ്ട്. എങ്ങനെ അതെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദാറ്റ്സ് ഫ്ലോട്ടിംഗ് പ്ലാങ്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തുറക്കണം. എൻ്റെ ഗ്രാനി വരുന്നതിന് മുമ്പേ ട്രയാങ്കുലേഷനും ഡാർട്ടും എടുക്കണം ഗൈസ്. ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ഗ്രാനിയെ കണ്ടിരിക്കുന്നു. ഓ ഗൈസ്, ഗ്രാനി വീഴുന്നു ഗൈസ്. അയ്യോ, ഗ്രാനി തലമറങ്ങൊക്കെ വീഴുന്നു. ഇനി നമുക്ക് ഈ വഴി പോകണം. അപ്പോൾ ഈ വഴി നമ്മൾ കാണാൻ പോണത് നമ്മളുടെ ഈ ആഞ്ചലീനയില്ലേ, നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്ക് നടക്കുന്ന കണ്ടേ ആഞ്ചലീനയാണ് കാണാൻ പോണത് ഗൈസ്. ഈ വഴി പോകുമ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന മറ്റേ അതിൻ്റെ ഭാഗം കിട്ടും. ഇത് നമുക്ക് അവിടെ വശമുള്ളത് വേറൊരു വെപ്പൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. ഹാമർ ഇതാവശ്യം വരും. ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി ഇട്ടിട്ട് വരാം ഗൈസ്. ഈ വഴിയാണ് ഈ ഹോളിൻ്റെ അകത്ത് കയറണം. ഇത് തുറക്കണം ആദ്യം. ഇതിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തുറന്ന് ഹാമർ എൻ്റെ അകത്തിടണം. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പോകാം ഗൈസ്. ഇവിടെ ഒന്നുമില്ല.
നമ്മളിപ്പോ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് മറ്റേ ഈ സ്പൈഡർ ഒന്ന് തപ്പാണ്. ഈ വഴി പോകുമ്പോൾ 1 ആണെന്ന് ഇപ്പം എനിക്കറിയാം. അപ്പം എനിക്ക് 1ലേക്ക് അങ്ങ് പോവാണ് ഞാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ കട്ടിങ് പ്ലയേഴ്സ് അധികം ആവശ്യമില്ല എത്തിക്കാം ഗൈസ്. ഈ വഴി പോകുമ്പോൾ ആരുമില്ല. ഓടിക്കോ ഗൈസ്. ഇപ്പോൾ മറ്റേ ആഞ്ചലീൻ സ്പൈഡർ വരും ഗൈസ്. ഈ വഴിയല്ല ആഞ്ചലീനി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, മറ്റേ ആഞ്ചലീന സ്പൈഡർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ വഴി നമ്മൾ ഗ്രാനിയുടെ വീടെത്തി. ഇനി വഴി ഞങ്ങൾക്ക് താഴോട്ട് പോകണം. താഴോട്ടല്ല, മേളിലേക്ക്. സോറി ഗൈസ്. നമ്മളിതാ ഈ വഴിയിൽ കൂടെ ഇങ്ങോട്ട് പോകണം. ഇപ്പം പെപ്പർ സ്പ്രേ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട് ഗൈസ്. എന്നിട്ട് നമ്മളിതാ മേളിൽ പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണേന്ന് കണ്ടാൽ പേടിച്ചങ്ങ് പോവും, അത്ഭുതിച്ചും പോവും ഗൈസ്. നമുക്ക് ആവശ്യം വരുമോ ആർക്കറിയാം. എന്തായാലും നമുക്ക് ഇത് തുറക്കണം എന്ന് എനിക്കറിയാം ഗൈസ്. ഇതിവിടെ വച്ചിട്ടുണ്ട്. ഗ്യാസലൈൻ വെച്ച് ഉപയോഗിച്ച് നമുക്ക് ഇത് തുറക്കണം ഗൈസ്. നമ്മൾ ജയിക്കാൻ ഇപ്പോൾ വളരെ ക്ലോസ് ആണ് ഗൈസ്. പക്ഷെ നമുക്കിനി ആകെ ആവശ്യമുള്ളത് പാഡ്ലോക്ക് ചെയ്യാണ്. എന്തൊരു പാടായി ഗ്യാസലൈനെടുത്ത് താഴോട്ടിടാൻ. എന്നിട്ട് നമുക്ക് ഇതും കൂടെ എടുത്തിട്ട് താഴോട്ടിട്ടേക്കാം ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇപ്പോൾ താഴോട്ടാണ് ഹെഡഡ്. ഫസ്റ്റ് കേട്ട സ്ഥലത്തല്ല പോകുന്നത്, രണ്ടാമത് കേട്ടതാണ് പോണത് ഗൈസ്. മേലേക്കുള്ള ട്രജക്ടറി താഴോട്ടായപ്പോൾ ഇപ്പോൾ ഗ്രാനി ഇപ്പോൾ താഴെ അങ്ങ് നിൽക്കുമായിരിക്കും ഗൈസ്. ഇപ്പോൾ നമ്മൾ ഗ്രാനി ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ ബാക്കി വരുമ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് പോകും ഗൈസ്. നമ്മൾ പെപ്പർ സ്പ്രേ എടുക്കാനോ ഒന്നിനും ടൈമില്ല ഗൈസ്. നമുക്ക് ഈ വഴി പോകേണ്ടി വരും. ഇനി ഇതൊരു ബാഡ് സ്ഥലമാണ് ഈ വഴി പോണത്. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയാൽ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടും ഗൈസ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഹാമർ കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് ആവശ്യം വരും. ഇനി നമ്മളിതാ പൊട്ടിക്കണം ഗൈസ്. വെയിറ്റ് സെക്കൻഡ് ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ നോക്കിയതായിരുന്നു, ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. എസ്കേപ്പ് ചെയ്യാൻ ഗൈസ്. നമ്മൾ കാറിൻ്റെ എസ്കേപ്പാണ് ട്രയൽ ചെയ്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് മറ്റേ സുവർ എസ്കേപ്പാണ് ഗൈസ്. ഹായ് ഗ്രാനി, വാ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഗ്രാനി വരികയാണ്. നമുക്ക് ഈ വഴി ഒന്ന് പോവാം. ഇപ്പോൾ ഗ്രാനീനെ നമ്മൾ കണ്ടു. ഗ്രാനി തിരിച്ചു പോ. ഓക്കെ ഗൈസ്, ഗ്രാനി തിരിച്ചു പോവുകയാണ്. തിരിച്ചിങ്ങോട്ട് വരികയുമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി ഒളിക്കാം. ഗ്രാനി അറിയേണ്ട നമ്മൾ ഇതിനകത്ത് ഇരിക്കുവാണെന്ന്. ഇതിലോട്ടെ ഈ വഴി എത്തി. നമ്മൾ തുറന്നേക്കാം. ഇപ്പം ഗ്രാനി ഇപ്പം അങ്ങോട്ട് പോവുകയാവാനാണ് സാധ്യത. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ അങ്ങ് ഹാങ് ഔട്ട് ചെയ്യുമായിരിക്കും. ഇവിടെ ഉണ്ട് ഗൈസ്. ഈ സ്റ്റിക്ക് ഇപ്പം ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ് ഗൈസ്. എന്തായാലും നമുക്ക് പോയേക്കാം ഇങ്ങോട്ട്. അയ്യോ, ഗ്രാനി സ്റ്റക്കാണോ? അല്ല, നമുക്ക് ഈ വഴി പോയാൽ നമുക്ക് എല്ലാ ഐറ്റവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടെത്തിയിട്ട് പറയാം ഗൈസ്.
ഗൈസ് ഞാനിപ്പോൾ ചത്തിരിക്കുന്നു. 3 ലൈഫ് ഗൈസ്. നമ്മളിപ്പോൾ ജയിക്കാറായി. നമുക്ക് 3 ഐറ്റവും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കാർ എസ്കേപ്പ് ചെയ്യാനായിരുന്നു ശ്രമിച്ചേ, പക്ഷെ ടണൽ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജയിക്കാറായി. നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ 25 മിനിറ്റ്സിനകം. ഇത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. ഇതിന് ഞാൻ മറ്റേതെല്ലാം കണ്ടെത്തിയിട്ട് വിളിക്കാം ഗൈസ്. ബൈ ഗൈസ്. ഞാൻ കണ്ടെത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് കിടക്കുന്നു. എങ്ങനെ വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ബൈ. വീണ്ടും പോവും ഗൈസ്. നമ്മളിപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. നമുക്ക് ഇനി ബേർഡ് സീഡ് എടുക്കണം. നേരത്തെ ഞാൻ വേണ്ടെന്നായിരുന്നു പറഞ്ഞ് എനിക്ക് ഇറങ്ങൂടായിരുന്നു. അതുകൊണ്ടായിരുന്നു നമുക്ക് ആവശ്യം വരുമായിരുന്നു എന്ന്. ഞങ്ങൾ ഇതെടുത്ത് ഈ വഴി ഇങ്ങോട്ടങ്ങ് പോയാൽ മതി. ഇപ്പം ഗ്രാനി ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നമുക്കിപ്പോൾ പോയി ജയിക്കാം ഗൈസ്. ഈ വഴി ഇതിനകത്തൂടെ പോയാൽ നമ്മൾ ജയിക്കും ഗൈസ്. നമ്മൾ ഇപ്പം എത്താറായി ഗൈസ്. നമ്മുടെ വിൻ ഇപ്പം ആവും. റെഡിയാണോ ഗൈസ്? ഇതിനകത്തൂടെ കയറണം. ഈ സൈഡിലേക്ക് പോകണം. അങ്ങനെ ഈ പാട്ടാണ് നോക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഈ വഴി പോകാം. എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് എത്തിയാൽ മതി ഗൈസ്. ഗൈസ് നമ്മൾ ജയിച്ചു ഗൈസ്. റെഡിയാണോ? തുറന്നു തരുക. നമ്മൾ ജയിച്ചു ഗൈസ്. ഗൈസ് റെഡിയാണോ ഗൈസ്? നമ്മൾ ഇത് തീർന്നിട്ടുണ്ട്. ഗ്രാനി എങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ ഇന്ന് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്.